എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടത് ജാതികളെ കർത്താവ് വേർതിരിക്കുന്നതിനെ യാക്കോബിന്റെയും ഏശാവിന്റെയും കഥ വെച്ച് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ തിരഞ്ഞെടുക്കപ്പെടാതെ പോയതെന്നുമുള്ള ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പൗലോസ് നൽകുന്നത്. വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളാണ് യഥാർത്ഥ സന്തതികൾ. ജഡപ്രകാരം ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇസഹാക്കിന് ലഭിച്ച ജഡപ്രകാരം ജനിച്ച രണ്ട് മക്കളാണ് ഏശാവും യാക്കോവും. എങ്കിലും യാക്കോവ് മാത്രമാണ് വാഗ്ദത്ത സന്തതിയുടെ ലിസ്റ്റിലേക്ക് വന്നത്, അതായത് ആ ഒരു അവകാശം പ്രാപിച്ചത്. ആ അവകാശം പ്രാപിക്കുന്നതാണ് കാര്യം. അതല്ലാതെ എവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടോ ജാതിയാൽ ഇങ്ങനെ ആയി എന്നുള്ളത് കൊണ്ടോ യാതൊരു ബെനിഫിറ്റും ഇല്ല എന്ന് പൗലോസ് പറയുന്നു. എബ്രഹാമിനും അങ്ങനെ രണ്ട് മക്കളുണ്ടായിരുന്നു, ഇസ്മായിലും ഇസ്ഹാക്കും. അവിടെയും ഇസ്ഹാക്കാണ് വാഗ്ദത്ത സന്തതി. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വാഗ്ദത്ത സന്തതി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നയാൾ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഫിസിക്കൽ ഒരു അക്സെപ്റ്റൻസ് കൊണ്ട് കാര്യമില്ല. അതിൽ ദൈവത്തിന്റെ ആ ഒരു ഇടപെടലും എന്താ പറയുന്നത് മുന്നറിവും ഇതെല്ലാം ചേർന്നാണ് അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശരിക്കും ഒരു ജനതയ്ക്ക് ഞങ്ങളുടേതാണ് ദൈവമെന്ന് അവകാശപ്പെടാൻ ഭൗതികമായി കഴിയുകയില്ല. ആത്മീക സന്തതികളാണ് കാര്യം, വാഗ്ദത്ത സന്തതികളാണ് കാര്യം. അപ്പോൾ എബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് നമ്മളാണ്. പഴയ നിയമത്തിൽ ഒരു 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 പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമായിട്ടാണ് കർത്താവ് അവർ മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വളരെ ഭാഗികമായ ഒരു കാഴ്ച അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. തന്നെയുമല്ല, ദൈവം അവനെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ദൈവം ഒരു പർട്ടിക്കുലർ ജാതിയുടെ ദൈവം എന്നുള്ള രീതിയിലല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചമാകുവാനും ബാക്കിയുള്ള ആളുകളെ ദൈവം ആരെന്ന് വെളിപ്പെടുത്താനുമുള്ള ഒരു മിഷനുമായിട്ടാണ് കർത്താവ് ഇവരെ ആക്കി വെച്ചിരുന്നത്. എന്നാൽ ഇവർ ദൈവത്തെ ഒരു പ്രാദേശിക ദൈവമാക്കി മാറ്റുകയും ദൈവത്തിന്റെ പരിമിതികളെ, മനുഷ്യന്റെ പരിമിതികൾ, ദൈവത്തിന്റെ അപരിമിതിയെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യന്റെ പരിമിതികൾക്കകത്ത് ദൈവത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് അതേ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. ദൈവം അപരിമിതനും ദൈവം സർവ്വലോകത്തിന്റെയും അധികാരിയാണ്. ദൈവം സകലരുടെയുമാണ്. ദൈവത്തിനൊരു പ്രത്യേക ജാതിയോട് സ്നേഹമൊന്നുമില്ല. ദൈവം ഒരു ജാതിയെ പല ജാതികളെ തെരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം അവന്റെ സാക്ഷ്യം മറ്റുള്ള ജാതികളുടെയും വഹിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വ്യക്തമായി വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിന്റെ യഥാർത്ഥ വെളിപ്പാട്, അതായത് ദൈവം ആരെന്ന്, അത് എന്തുകൊണ്ടാണ് യഥാർത്ഥ വെളിപ്പാട് ഇത്ര സ്ലോ ആയിട്ട് വന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന് മുൻപേ ജീവിച്ചിരുന്നവർക്ക് ആർക്കും യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ ജ്ഞാനം, വെളിപ്പാട്, ദൈവം ആരെന്നുള്ള വെളിപ്പാട് അവർക്ക് പൂർണ്ണമായി ലഭിച്ചിരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അത്ര സ്ലോ ആയത്, ആ പ്രോസസ്സ് അത്ര ലബോറിയസ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രാകൃത ഇപ്പൊ തന്നെ ചില ഗോത്രങ്ങളിലും ചില ജനസമൂഹങ്ങളിലും ചെന്ന് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പോഴും ജനങ്ങൾ ആ പ്രാകൃതമായ രീതിയിൽ നിന്ന് പാപത്തിന്റെ ഫലം, പ്രാകൃതമായ രീതിയിൽ നിന്ന് ദൈവം ഒരു വെളിച്ചത്തിലേക്ക് പതുക്കെ നയിച്ചാണ് ഈ ക്രിസ്തുവിന്റെ റെവലേഷന് വേണ്ടി ആൾക്കാർ ഒരുക്കുന്നത്. സോ ഇറ്റ് ടേക്സ് സോ മച്ച് ഓഫ് ടൈം ടു റിവീൽ ഗോഡ്സ് ട്രൂ നേച്ചർ. ഇപ്പോൾ പോലും ഇന്നത്തെ ഈ തലമുറയിൽ പോലും യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്വഭാവം പ്രാക്ടിക്കൽ അല്ല. നമ്മളെ സംബന്ധിച്ച് അത് എളുപ്പമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പോലും ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് പ്രത്യേകമായ ജാതിയോ ജാതിക്കാരോടോ മതക്കാരോടോ അല്ല സ്നേഹം. ദൈവത്തിന് അവൻ തിരഞ്ഞെടുത്തവരോടാണ് സ്നേഹം, അവന്റെ മക്കളോടാണ് സ്നേഹം, അവന്റെ ആടുകളോടാണ് അവന്റെ സ്നേഹം. അവന്റെ സ്നേഹം എന്നോടാണ്, വിശ്വസിക്കുന്നവരോടാണ്. വിശ്വാസത്താൽ സ്ഥാപിക്കപ്പെടുന്ന വാഗ്ദത്ത സന്തതികളോടാണ് ദൈവത്തിന്റെ സ്നേഹം പ്രകടമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയാണ് യാക്കോബിന്റെ ഏശാവിന്റെ ഒക്കെ കാര്യം പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇനഫ് ദാറ്റ് വൺ ഈസ് ബോൺ ഇൻ എ പർട്ടിക്കുലർ ഫാമിലി ഓർ ആസ് എ സൺ ടു വൺ പർട്ടിക്കുലർ ഫാദർ. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. വാഗ്ദത്തമാണ് പ്രശ്നം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രശ്നം, ദൈവത്തിന്റെ വിളിയാണ് പ്രശ്നം. ഓക്കെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് 19, 20, 21 വാക്യങ്ങൾ. അത് ഒന്നും കൂടെ നമ്മൾ വായിച്ചു പോകുന്നതായിരിക്കും. അതിങ്ങനെയാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസം. തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു.
ആകയാൽ പിന്നെ അവൻ കുറ്റം പറയുന്നത് അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്ന ആരെന്ന് ചോദിക്കും. അപ്പൊ ഒരുത്തനെ ദൈവം രക്ഷിച്ചെടുക്കുന്നതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം. അപ്പൊ പൗലോസിന് അറിയാമായിരുന്നു എങ്ങനെ ചോദിക്കുമെന്ന്. അപ്പൊ ഈ ചോദ്യം ഉളവാകുന്ന ഒരു ഉത്തരമാണ് പൗലോസ് ആദ്യം പറഞ്ഞത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ പ്രസംഗിക്കുമ്പോഴും ആൾക്കാർ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൗലോസ് പറഞ്ഞത് തന്നെയാണ് നമ്മളും പറയുന്നതെന്നാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഒരു പ്രസംഗിക്കുമ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന് പക്ഷപാതമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ മറ്റുള്ളവർ എന്തിനാ കുറ്റം പറയുന്നത് എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പൗലോസ് പറയുന്നിടത്താണ്. പൗലോസ് പറയുന്നത് ഇതേ ചോദ്യങ്ങളെ ഉണ്ടാക്കുമായിരുന്നു. ഇതേ ചോദ്യങ്ങളെ ആളുകളിൽ ഉളവാക്കുന്ന രീതിയിലാണ് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ഈ സുവിശേഷത്തിനകത്ത് അങ്ങനെ ഒരു ഐറണി എന്ന് വേണേൽ പറയാം. അല്ല, ഐറണി എന്ന് പറയാൻ പറ്റുമോ? അത് ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ട് ആളുകൾ അതേ ചോദ്യം എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പ്രസംഗിക്കണം, അല്ലെ? പൗലോസിനോട് ചോദിച്ച അതേ ചോദ്യം ആൾക്കാർ എന്നോട് പ്രസംഗിക്കണമെങ്കിൽ ഞാൻ എന്ത് പ്രസംഗിക്കണം? പൗലോസ് പ്രസംഗിച്ചത് തന്നെ പ്രസംഗിക്കണം. ആളുകളിൽ അതേ ആശയക്കുഴപ്പം ഉണ്ടാക്കണം. എങ്കിലേ അതേ ചോദ്യങ്ങൾ വരികയുള്ളൂ. എങ്കിലേ ടീച്ചിങ് അപ്പോസ്തലികമാവുകയുള്ളൂ. അല്ലാതെ ഞാൻ മനുഷ്യരുടെ ആശങ്കകൾ കൂടി പരിഹരിച്ചൊരു വ്യാഖ്യാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ, ഇപ്പൊ മിക്കവാറും ഇന്ന് ആശ്വാസമാണ് സ്റ്റേജിലൂടെ വരുന്നത്, യഥാർത്ഥമല്ലാത്ത ആശ്വാസം. അതായത് മനുഷ്യരുടെ ഇന്റലിജൻസിനെയും കൂടെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, ഹ്യൂമാനിറ്റിയെയും കൂടെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള മറുപടികളാണ് ഇന്ന് മിക്കവാറും, വ്യാഖ്യാനങ്ങളാണ് ഇന്ന് മിക്കവാറും നമ്മൾ കാണുന്നത്. ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഹേ അയ്യോ മനുഷ്യ എന്ന് വിളിച്ചിരിക്കുന്നത് ശരിക്കും കളിയാക്കിയാണ്. കാരണം മനുഷ്യൻ ഇത്രയ്ക്കേ ഉള്ളൂ. ഓ മനുഷ്യ, നീ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? ഈ പ്രത്യുത്തരം മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ന് ചോദിക്കുമോ? ഒരർത്ഥത്തിൽ പറഞ്ഞാല് വളരെ ക്രൂഡ് ആൻഡ് ക്രൂവലായിട്ട് നമുക്ക് തോന്നുന്ന ചില വാക്യങ്ങളാണിത്. പക്ഷേ സഹോദരങ്ങളെ, ഇത് ഒരു പിക്ചറിന്റെ ഒരു ചിത്രത്തിന്റെ ഒരു സൈഡ് മാത്രമായത്. അതായത് ഒരു സിറ്റുവേഷന്റെ ഒരു സൈഡ് മാത്രമാണ് പൗലോസ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ, ഒരു മനുഷ്യൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ, റോമയിലെ സഭയോടാണ് ഇത് പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ജാതി വെളിയിലുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാരോട് സംസാരിക്കുന്ന ഭാഷ ഇതിന്റെ ഒരു വശമാണ്. ആ ഒരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മകനെ, നിന്റെ ഒരു മിടുക്ക് കൊണ്ടും അല്ല നീ തെരഞ്ഞെടുക്കപ്പെട്ടത്. മിടുക്ക് നോക്കിയാൽ ഇസ്രായേൽ മക്കളെ തന്നെയായിരുന്നു തെരഞ്ഞെടുക്കേണ്ടത്. സ്വഭാവം നോക്കിയാൽ ഞാനായിരുന്നെങ്കിൽ ഏശാവിനെ തിരഞ്ഞെടുക്കുമായിരുന്നുള്ളൂ. കാരണം ഏശാവ് കുറച്ചുകൂടെ മാന്യനും കുറച്ചുകൂടെ വക്രത കുറഞ്ഞവനുമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സ്വഭാവം നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടുള്ളത് എനിക്കറിയാമല്ലോ. ഞാൻ എത്ര വായിച്ചിട്ടും ഏശാവ് ഒരു പ്രശ്നക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാവം എന്നാ തോന്നിയിട്ടുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ഒരു ഗുണം കൊണ്ടോ അല്ല എന്ന് കൺഫസ് ചെയ്യേണ്ടതിനകത്തുള്ളവരാ. അപ്പൊ ഞാനാണ് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ദൈവമേ നീ കരുണ കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്തുള്ളത്. നിന്റെ കരുണ, നീ എന്നോട് ആർദ്ര ഹൃദയം നീ എന്നെ കാണിച്ചതുകൊണ്ട്, നിന്റെ സ്നേഹം എന്നിൽ വെളിപ്പെടുത്തുവാൻ കരുണാപാത്രമായി എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അത് യാതൊരു തരത്തിൽ നീ ജനിച്ചത് കൊണ്ടോ നിന്റെ യാതൊരുവിധ ഗുണം കൊണ്ടോ അല്ല. ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ അമ്മ ചെറുപ്പകാലം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിലൊന്നും അമ്മമാർ പ്രാർത്ഥിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരമാധികാരവും യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അതൊരിക്കലും ഒരു മനുഷ്യന്റെ ഒരു പ്രവൃത്തി കാരണമല്ല, ദൈവത്തിന്റെ കരുണയാണെന്നേ നമ്മൾ കൺഫസ് ചെയ്യാവുള്ളൂ. അതായത് നമ്മുടെ കൺഫെഷൻ എപ്പോഴും, കർത്താവെ നീ കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു തന്നെയാണ്. കരുണ കാണിക്കുവാൻ യാതൊരു അർഹതയുമില്ലാത്ത, കൃപ ലഭിക്കുവാൻ യാതൊരു അർഹതയുമില്ലാത്ത, ദൈവത്തിന്റെ സ്നേഹം ലഭിക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത എന്നെ നീ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് മാത്രമേ ഈ അകത്തുള്ളവർക്ക് തോന്നുള്ളൂ. അങ്ങനെ തോന്നാവൂ. കാരണം അതാണ് നമ്മുടെ ആരാധന കറക്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചൊരു മഹത്വം അമ്മയ്ക്കും, കുറച്ചൊരു മഹത്വം അപ്പുറത്ത് അപ്പൂപ്പനും, കുറച്ചൊരു മഹത്വം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയ്ക്കും, കുറച്ച് മഹത്വം ഞങ്ങളുടെ അധ്വാനത്തിനും എല്ലാം വീതിച്ച് അവസാനം ദൈവത്തിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദൈവം ശരിക്കും എന്നെ രക്ഷിച്ചത് മറ്റുള്ളവരൊക്കെ കാരണമാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൺഫെഷൻ, കർത്താവെ നീ എന്നെ രക്ഷിച്ചത് നിന്റെ ആർദ്രകരണ നിമിത്തം നിന്റെ ഇഷ്ടപ്രകാരമാണ് എന്നാണ് എനിക്ക് കൺഫസ് ചെയ്യാനുള്ളത്. ഇതൊരു വശമാണ്, ഒരു സൈഡാണ്. മറു സൈഡിൽ സുവിശേഷത്തിന്റെ ഇൻവിറ്റേഷൻ ഈസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ. അത് ഒരു മിസ്റ്ററിയാണ്. അത് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം. അത് കർത്താവ് പറയുന്ന വിശ്വസിക്കുന്ന സകലർക്കും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ള ആഹ്വാനം സകല മനുഷ്യർക്കും നൽകപ്പെടുന്നുണ്ട്. നമ്മൾ അത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇതിലെല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം.
So there is a mystery which we cannot explain there. ഓക്കെ, അപ്പോൾ ഏതൊരു മനുഷ്യനും സുവിശേഷം കേൾക്കുമ്പോൾ വിചാരിക്കേണ്ടത്, കർത്താവെ ഞാൻ രക്ഷപ്പെടണം. അങ്ങനെ ഒരാളുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ ഹി വിൽ ബി സേവ്ഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൽവേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പം ഞാൻ രക്ഷപ്പെടണം എന്ന് എന്നോട് പ്രാർത്ഥിച്ചല്ലേ, നീ എന്നെ രക്ഷിക്കാഞ്ഞതല്ലേ എന്ന് ആർക്കും പറയേണ്ടി വരികയില്ല. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് രക്ഷപ്പെടാനുള്ള ആഗ്രഹവും ഒരു നിലവിളിയും ഉണ്ടായാൽ, ഈ സുവിശേഷം കൊണ്ടുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയും. കാരണം അപ്പോൾ നമ്മുടെ അത് മാത്രമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദാറ്റ്സ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രൊക്ലെയിം. അതാണ് അതിന്റെ മറുവശത്തുള്ള സത്യം. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിങ്ങളെ രക്ഷിക്കാതെ വിടുകയില്ല. രക്ഷിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ദൈവം അനീതിമാനെന്ന് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെ ന്യായവിധിയുടെ മുമ്പിൽ ഞാൻ നിന്നെ രക്ഷിക്കണേ നിലവിളിച്ചിട്ട് നീ എന്നെ രക്ഷിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അവൻ കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നു പറയുമ്പോഴും നിലവിളിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ്, ചോദിച്ചാൽ ഒരിക്കലും നൽകാതിരിക്കുകയില്ല, അവന്റെ മുമ്പിലുള്ള അപേക്ഷകൾ കേൾക്കപ്പെടാതിരിക്കുകയില്ല, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നുള്ളത് അതിന്റെ മറുവശമാണ്. അതായത് ഒരു മനുഷ്യനും കർത്താവിനെ വിളിച്ച് ചോദിക്കുമ്പം നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല കേട്ടോ, നിന്നെ ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കർത്താവ് പറയുന്നില്ല. ദാറ്റ് മീൻസ് that invitation is extended to all. Anyone who believes will be saved. ഇതാണ് സുവിശേഷത്തിന്റെ മറുവശം. അപ്പോൾ ഒരു വിശ്വാസി അവന്റെ രക്ഷയെ കാണുന്നതും ഒരു അവിശ്വാസിയുടെ മുമ്പിൽ സുവിശേഷം പ്രസന്റ് ചെയ്യപ്പെടുന്നതും ഈ രണ്ട് സത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ജോൺ സ്റ്റോട്ട് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ പണ്ട് വായിക്കുമായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നതും ഒരു 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 വടിയുടെ രണ്ട് അറ്റങ്ങളായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ അതിന്റെ നടുക്കല്ല സത്യം, അതിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എക്സ്ട്രീംസിലാണ് അതിന്റെ സത്യം എന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് രസകരമായിട്ട് തോന്നിയത്, കാരണം ദൈവത്തിന്റെ പരമാധികാരത്തിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനുഷ്യരെ വിശ്വസിക്കുക എന്നുള്ള ആഹ്വാനം അവന്റെ മേലുണ്ട് താനും. അപ്പൊ അതിന്റെ നടുക്കൊരു ട്രൂത്ത് ഇല്ല, അതിനിടയിലൊന്നും ഒരു ട്രൂത്ത് ഇല്ല. ആ രണ്ട് ട്രൂത്തും കറക്റ്റാണ്. ആ രണ്ട് ട്രൂത്തിന്റെ എക്സ്ട്രീംസിലാണ് അതിന്റെ ട്രൂത്ത് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ റെസ്പോൺസിബിലിറ്റി ഒട്ടും കുറയ്ക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പരമാധികാരം ഒട്ടും കുറയ്ക്കാൻ പാടില്ല. അപ്പൊ രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴേക്കും നടപ്പാകുന്നത് ദൈവത്തിന്റെ പരമാധികാരമാണ്. പക്ഷെ ഡോക്ട്രിനലി നോക്കി കഴിയുമ്പം ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയും. രണ്ട് എക്സ്ട്രീമിലാണ് അതിന്റെ ട്രൂത്ത് എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമാണ്. അത് നമുക്ക് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. സോ ബോത്ത് വർക്ക്സ് ഇൻ എ പെർഫെക്റ്റ് ഫാഷൻ. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും സോവറിറ്റി ഓഫ് ഗോഡ്, അത് അചഞ്ചലമായ ഒരു സോവറിറ്റിയുടെ കീഴിലാണ് മനുഷ്യന്റെ പ്രവൃത്തികൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ മനുഷ്യന്റെ പ്രവൃത്തികൾ സ്വാതന്ത്ര്യം എല്ലാം സത്യമെന്ന് പറയുമ്പോഴും ദാറ്റ്സ് അണ്ടർ ദ അംബ്രല്ല ഓഫ് ദ സോവറിറ്റി ഓഫ് ഗോഡ്. സോ ഇൻ ബോത്ത് ദീസ് കേസസ് വി അണ്ടർസ്റ്റാൻഡ് ഈ ദൈവത്തിന്റെ പരമാധികാരം ആണ് സകലത്തിന്റെ മുകളിൽ വാഴുന്നത്. എങ്കിൽ പോലും ഒരു മനുഷ്യൻ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവൻ ഫ്രീ ആയിട്ടാണ് അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാനിത് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വേറൊരു വശം. അതായത് ഞാൻ വളരെ ഫ്രീ ആയിട്ട്, ആരും നിർബന്ധിക്കാതെ, സാഹചര്യങ്ങൾ പോലും നിർബന്ധിക്കാതെ, എന്നെ ഒരു സാഹചര്യം പോലും, എൻ്റെ ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങൾ പോലും എന്നെ നിർബന്ധിക്കാതെയാണ്, ടോട്ടലി ഫ്രീ മൈൻഡിലാണ് ഞാൻ കർത്താവിനെ തിരഞ്ഞെടുക്കുന്നത്. കർത്താവിനെ തിരഞ്ഞെടുക്കുന്ന മനഃപൂർവ്വം പറഞ്ഞ വാക്യമാണ്. എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത്. അതായത് ദൈവം എന്നെ തിരഞ്ഞെടുത്താന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്ന തിയോളജിക്കലിയാണ്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കർത്താവിനെ തിരഞ്ഞെടുത്ത, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മുമ്പിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു, ഞാൻ സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് യാതൊരുവിധ പ്രഷറും ഇല്ല. എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല, ഞാൻ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മേൽ പ്രഷർ ഇടേണ്ട ഒരു സാഹചര്യമില്ലാത്ത ഏറ്റവും ബെസ്റ്റ് ടൈമിൽ, എൻ്റെ ലൈഫിലുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന, പക്ഷേ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നെ വളരെ ഫ്രീ ആയിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ കർത്താവെ എനിക്ക് നീ മതി എന്ന് പറയിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു ദൈവത്തിൻ്റെ പരിപാടികൾ. അതൊരു സോഫ്റ്റ് ഓപ്പറേഷനാണ്, ഒരു സോഫ്റ്റ് ഓപ്പറേഷൻ. അതായത് എൻ്റെ ബുദ്ധിപരമായിട്ട് എന്നെ കൺവിൻസ് ചെയ്യാനുള്ള ആളുകൾ, സാഹചര്യപരമായിട്ട്, അതൊരു പ്രഷറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനുള്ള സമയം, അതിനുള്ള ടൈം, ലൊക്കേഷൻ, ഇതിൻ്റെ എല്ലാം സിങ്കിങ്, ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്ത് എൻ്റെ ഉള്ളിൽ ദൈവത്തോട് സ്നേഹമുണ്ടാക്കി, എൻ്റെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാക്കി, ഞാൻ പോലും അറിയാതെ എൻ്റെ കോഴ്സ്
കർത്താവ് മാറ്റി 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 എടുത്തുകൊണ്ട് വന്ന് വളരെ ഫ്രീ ആയിട്ട് കർത്താവ് എനിക്ക് നീ മതി എന്ന് പറയത്തക്ക രീതിയിലാണ് എൻ്റെ ഫ്രീഡം എക്സർസൈസ് ചെയ്യപ്പെട്ടത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പം എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കില്ല. ചിലർ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ദൈവം ഉപയോഗിച്ചിട്ടുണ്ടാവും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉപയോഗിക്കാതെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വിളി നമുക്ക് പതുക്കെ പതുക്കെ ഇപ്പം തോട്ട് പ്രോസസ്സിലൂടെ ഞാൻ കേൾക്കുന്ന പ്രസംഗത്തിലൂടെ ദൈവം പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിനെ തിരിച്ച് അവസാനം ഞാൻ അതും ഇതും എല്ലാം കമ്പയർ ചെയ്യുന്നു. കമ്മ്യൂണിസം കമ്പയർ ചെയ്യുന്നു, സോഷ്യലിസം കമ്പയർ ചെയ്യുന്നു, ക്യാപിറ്റലിസം കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു മതങ്ങളെ വെച്ച് നോക്കുന്നു, സഭകളെ വെച്ച് നോക്കുന്നു. അവസാനം എനിക്ക് ഇതാണ് ബോധ്യമെന്ന് എന്നെ കൊണ്ട് കർത്താവ് പറയിപ്പിക്കുന്നു. കാരണം ആ രീതിയിൽ ദൈവം എന്നെ പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളിൽ ആ പ്രസന്റേഷൻ തരുന്നു. ഞാൻ ശരിക്കും സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ അനേകം കുഞ്ഞു സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതിനു മുൻപ് കർത്താവ് ഒരുക്കി വെച്ചിരുന്ന കുഞ്ഞു സംഭവങ്ങൾ, ചെറിയ സംസാരങ്ങൾ, 1-2 മിനിറ്റ് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, സത്യം പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് അതെല്ലാം കൃത്യസമയത്ത് സിങ്ക് ചെയ്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഒരു എഞ്ചിനീയറിംഗിന്റെ പെർഫെക്ഷനാണ്. അതായത് ഒരു സർജറി ചെയ്യുമ്പോൾ ആൾക്ക് വേദന എടുക്കാതെ, പ്രഷർ ഇല്ലാതെ ഒരു സർജിക്കൽ കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന പോലെ എൻ്റെ മൈൻഡിൽ കർത്താവ് നടത്തിയ ഒരു സർജിക്കൽ കറക്ഷൻ ആയിട്ടാണ്. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് വളരെ ഈസി ആയിട്ടും വളരെ സന്തോഷത്തോടെയാണ്. ദർ ഇസ് നോ പ്രഷർ, ദർ ഇസ് നോ ഫിയർ, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സോവറിനിറ്റി ഓഫ് ഗോഡ് എന്നുള്ളത് നമ്മൾ മനുഷ്യന്റെ ഫ്രീഡത്തെ വെല്ലുവിളിച്ചുകൊണ്ടല്ല എന്ന് ഞാൻ ചിന്തിക്കാനുള്ള കാരണം. പക്ഷെ ഞാൻ ചെയ്തതാണോ അത്? ഒരിക്കലും അല്ല. എനിക്ക് എന്നിട്ട് ഇനി കർത്താവ് മതി എന്നും പറയാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. ദൈവം ചെയ്യിപ്പിച്ചതാണ്, അവൻ്റെ സൃഷ്ടിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവൻ എങ്ങനെ വേണേലും എന്നെ മെനയാം. അവൻ എൻ്റെ ഹൃദയത്തെ മാറ്റം വരുത്തിപ്പിക്കാൻ പറ്റും ക്രിസ്തുവിന്റെ യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ. സോ ദാറ്റ്സ് വാട്ട് ഗോഡ് ഡിഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി. ഇപ്പൊ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നത് ഞാൻ ഇനി ഇന്നാരുടെ പ്രസംഗം കേട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് വന്നതൊന്നുമല്ല. അതിനെല്ലാം ദൈവത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. നമ്മൾ എന്താണ് കേൾക്കേണ്ടത്, എന്തുമാത്രമാണ് കേൾക്കേണ്ടത്, ഏത് രീതിയിലാണ് വളരേണ്ടത് എന്നുള്ളതിനകത്തെല്ലാം ദൈവത്തിന്റെ ഒരു ഡിസൈനിങ് ഉണ്ട്. നമ്മൾ അതെല്ലാം പൂർണ്ണമായിട്ട് അനുസരിക്കുന്നൊന്നും ഇല്ലെങ്കിലും സോ ഐ ബിലീവ് ഗോഡ് ഡിസൈൻസ്. ഞാൻ ഇങ്ങനെ ഈ പ്രസംഗകനായി മാറിയത് പോലും ദൈവത്തിന്റെ ഭയങ്കര ഡിസൈൻ. ഞാൻ ഈ കേരളത്തിൽ വരുന്ന സമയത്ത് ദൈവത്തിന്റെ ഡിസൈൻ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറയാൻ കാരണം. കേരളത്തിൽ വരുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു, ഞാനായിട്ട് അഡ്വർടൈസ് ചെയ്യത്തില്ല, ഞാനൊരു പ്രസംഗനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. എനിക്ക് ഇവിടെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് സഭകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ഏകാന്തനാണ്. ദൈവം ഏകനാണ്, ഏകാന്തനല്ല എന്ന് കേട്ടിട്ടില്ലേ? ഞാനൊരു ഏകാന്തൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫെലോഷിപ്സ് ഒന്നും ഇന്നാരെ അറിയാം, അങ്ങനെ ഒന്നുമില്ല. എറണാകുളത്ത് വന്ന് താമസിക്കുന്നു, ആകെ 2-3 പേരെയാണ് പരിചയമുള്ളത്. അവരാരും സഭയുടെ നേതാക്കന്മാരൊന്നുമല്ല, സാധാരണ സഹോദരന്മാരാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ കയ്യിൽ നീ എന്തെങ്കിലും ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒന്നും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അത് നീ തന്നെ ചെയ്യണം. അല്ലാതെ എൻ്റെ കയ്യിൽ വചനം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് കർത്താവ് നീ എന്താന്ന് വെച്ചാൽ എന്നെ എവിടെയാണോ വിടേണ്ടതെന്ന് നീ തീരുമാനിച്ചാൽ മതി എന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ ചുമ്മാ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് 1-2 അവിടെ പോയി സംസാരിച്ചു. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പം യൂട്യൂബ് വഴി കയറ്റി വിട്ടു. ആൾക്കാർ എവിടെയൊക്കെയോ ആരൊക്കെയോ അറിയാത്തവരെ ഇപ്പം ഫോൺ കോൾ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, പണിയാണ്. അതിനകത്ത് ഞാൻ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല. എനിക്കൊരു അഡ്രസ് കാർഡ് പോലും അടിച്ചിട്ടില്ല. അപ്പൊ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ദൈവം ചെയ്തോട്ടെ. അപ്പോ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം ദൈവം തന്നെയാണ്. കാരണം അതാണ് ഏറ്റവും മനോഹരം എന്ന് എന്നെ കാണിച്ചു തന്നതും ദൈവം തന്നെയാണ്. അപ്പൊ എന്നെ വില്ലിനെ പെർസ്വേഡ് ചെയ്യുന്നത് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പെർസ്വേഡ് ചെയ്യാൻ കർത്താവിന്റെ ആത്മാവിന് സാധിക്കും. അപ്പൊ പെർസ്വേഷൻ ഓഫ് വിൽ അതാണ് നമ്മുടെ രക്ഷ. ശരിക്കും ഞാൻ രക്ഷ എൻജോയ് ചെയ്യുന്നത് ഈ പെർസ്വേഷൻ ഓഫ് വില്ലിലാണ്. ഓക്കെ, അപ്പം ദൈവത്തിന്റെ ആത്മാവിന്റെ വില്ലിനെ പെർസ്വേഡ് ചെയ്ത് വില്ലിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റും. ഐ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ വിൽ, ഗോഡ്ലി വിൽ. അപ്പൊ എൻ്റെ ആഗ്രഹങ്ങളെ ദൈവം മാറ്റിക്കൊണ്ടാണ് എൻ്റെ വിശുദ്ധീകരണ ദൈവം നടപ്പാക്കുന്നത്. രക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിലും എൻ്റെ ആഗ്രഹങ്ങളുടെ മാറ്റം കർത്താവ് പല സാഹചര്യങ്ങളിലൂടെ, പല കുഞ്ഞു സംസാരങ്ങളിലൂടെ, പല പ്രസംഗങ്ങളിലൂടെ, ഇപ്പൊ ഞാൻ തന്നെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അതിനു മുമ്പ് അത് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള
പല സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നമ്മുടെ വില്ലിനെ ഫോം ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ വി സേ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി 100%. ഞാൻ എൻ്റെ തീരുമാനം എടുത്തതാണ്. ബട്ട് ഗോഡ് സോവറിനിറ്റി ഓവർ ദാറ്റ് ഈസ് 100%. കാരണം ദൈവം ആ 100% ദൈവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടെ ഉണ്ടായത്, ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ബിബ്ലിക്കൽ ബാലൻസ്, അത് ചുമ്മാ ബാലൻസ് ചെയ്താൽ നടുക്ക് നിൽക്കും. പകുതി ദൈവം പകുതി ഞാൻ. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ദൈവം പകുതി ഞാൻ. ദൈവം എന്നെ രക്ഷിച്ചു, ഇനി ഞാൻ ജീവിച്ച് എങ്ങനെയെങ്കിലും അത് ജയിച്ചെടുക്കണം. അപ്പം 50% ദൈവം ചെയ്തു, ബാക്കി 50% ഞാൻ ചെയ്യുവാന്നാണ് ഇന്ന്. അപ്പം സ്തോത്രം ഡിവൈഡായി പോവുകയാണ്. പകുതി ദൈവത്തിനും പിന്നെ ഓടിയ എനിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? എന്നാൽ ഓടുമാറാക്കുന്നതും നിൽക്കുമാറാക്കുന്നതും ചിന്തിക്കുമാറാക്കുന്നതും ഇച്ഛിപ്പിക്കുന്നതും വില്ലിനെ രൂപപ്പെടുത്തുന്നതും എല്ലാം ദൈവത്തിന്റെ പരമാധികാരമാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇച്ഛ പ്രധാനമാണ്, നമ്മുടെ പ്രവൃത്തികൾ പ്രധാനമാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ പ്രധാനമാണ്. പക്ഷെ അതെല്ലാം സാധിപ്പിക്കുന്നത് ഇച്ഛിക്കുന്നവനാൽ ഓടുന്നതിനാൽ അല്ല, ദൈവം കരുണ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ കരുണ എന്നുള്ള ഒരൊറ്റ അംബ്രലയുടെ കീഴിൽ നമ്മളെല്ലാവരും, വീണ്ടെടുക്കപ്പെട്ട സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്തുതി ഉയരണമെങ്കിൽ നമ്മൾക്കല്ല ഈ രക്ഷയുടെ ക്രെഡിറ്റ് നൽകുന്നത്, അത് കർത്താവിനാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുന്നത്, മാനുഷികമായി ഹ്യൂമനിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻസ് വന്നു കഴിയുമ്പോഴേക്കും ദൈവത്തിന്റെ പരമാധികാരത്തെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ദൈവത്തിന് പലതും അറിയില്ല എന്ന് വരും, ദൈവത്തിന് ഒരു ഉദ്ദേശവും ഇല്ല എന്ന് വരും. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചൊരു മാനുഷികമായ തലത്തിലേക്ക് സുവിശേഷം പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എന്നുള്ളത് സത്യമാണ്. ഓക്കെ, അതാണ് 16-ാം വാക്യത്തിൽ. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്ന. കരുണ തോന്നുന്ന, നമ്മളോട് നോക്കുമ്പോൾ നമുക്ക് കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധ്യം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫറവോന്റെ കാര്യവും പറഞ്ഞിരുന്നു. എന്തിനാണ് ഫറവോനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. 18-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ തനിക്ക് മനസ്സുള്ളവന് അവൻ കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ഓക്കെ, അടുത്തത്, ആകയാൽ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നത് ആരെന്ന് നീ ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നത് നീ ആര്? മെനഞ്ഞിരിക്കുന്നവന് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ച എന്തെന്ന് ചോദിക്കുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നമ്മളെ മെനഞ്ഞത് ക്രിസ്തു ആണെന്നൊന്ന് കർത്താവെന്നൊന്ന് പറഞ്ഞു നോക്കി. മെനഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കരുണ പ്രാപിക്കാനുള്ള ബിൽഡ് അത് ദൈവം ഉണ്ടാക്കിയതാണ്. ആ പാത്രം, കരുണാപാത്രങ്ങളെ, ആ പാത്രത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ദാറ്റ് മീൻസ് ഹി മെയ്ഡ് മീ ഇൻ എവറി സെൻസ്. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ നിർമ്മിക്കുകയും എന്നൊരു പ്രയോഗമില്ലേ? ഈ നിർമ്മിക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് എ പ്രോസസ്. അപ്പൊ എന്നെ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കർത്താവിന്റെ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ചിന്തിക്കാൻ കാരണം ഞാൻ ഈ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിക്കുകയും ഇന്ന നാട്ടിൽ താമസിക്കുകയും ചെയ്തുകൊണ്ടാണ്. ദൈവത്തിന്റെ ഒരു ചോയ്സ് അതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ഇറാഖിലോ ഇറാനിലോ അല്ലെങ്കിൽ മംഗോളിയയിലോ ഉഗാണ്ടയിലോ ഏതെങ്കിലും ഒരു വില്ലേജിൽ ജനിച്ചിരുന്നെങ്കിൽ ദിസ് വുഡ് നോട്ട് ബി മൈ തോട്ട് പ്രോസസ്. അപ്പൊ ദൈവത്തിന് അതിനകത്തും ഒരു പദ്ധതിയുണ്ട്. സോ വി ആർ ഓൾ ബിൽറ്റ് ബൈ ഹിം. പക്ഷെ അത് ഒരു പാവയെ പണിയുന്ന പോലെ അല്ല. അത് നമ്മുടെ വില്ലിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ വില്ലിലൂടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അത് വിശദീകരിക്കപ്പെടുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, എവിടെ ജനിക്കുന്നുള്ളതൊന്നും. പക്ഷെ നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിൽ നമുക്ക് കർത്താവ് നമ്മളിൽ ഇടപെടുന്ന ഇടപെടലുകൾ വിശ്വാസത്തിൽ വന്ന ശേഷം തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ലൈഫിന്റെ ചെറുപ്പകാലം തൊട്ട് അത് കാണാം. ചെറുപ്പകാലം തൊട്ട് ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞു ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരും യാക്കോബക്കാരാണ്. പക്ഷെ അവിടെയും ദൈവത്തിന്റെ പണി എൻ്റെ മേൽ കർത്താവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് പാഷനേറ്റ് അബൌട്ട് ദ ബൈബിൾ. അതിന് പല കാരണങ്ങളുണ്ട്. ചെറുപ്പത്തിൽ പോലും ദൈവം എഞ്ചിനീയർ ചെയ്ത പല കാരണങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്ക് ചുമ്മാ വായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് രക്ഷിക്കപ്പെടുന്നില്ല. ഓർത്തഡോക്സ് ചർച്ചിൽ തന്നെ ആ ഉള്ള ചർച്ചിനോടുള്ള സ്നേഹം എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ആ ദൈവത്തിന്റെ ആ ഒരു പ്രോസസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ, നമ്മൾ ശത്രുക്കളായിട്ട് അത് ജനിക്കുന്നെങ്കിലും നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ദൈവം നമ്മെ ബിൽഡ് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിന് രണ്ട് കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ ആ സ്നേഹം എന്ത് വലുതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ സ്നേഹം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് മനസ്സിലാവണം, അല്ലെ? ഇന്നലെ ഒരു മനുഷ്യൻ ഒരു പാറയിടുക്കിൽ ഇരിക്കുമായിരുന്നു. അവനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്ന്, അല്ലെ? ഞാനത് മുഴുവൻ വായിച്ചില്ല, ജസ്റ്റ് എൻ്റെ ഹെഡിങ് കണ്ടുവരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഈ പാറമേലിരിക്കുമ്പം ആ രക്ഷപ്പെടുത്തി, ഭയങ്കരം നമ്മൾ പറയാൻ കാരണം എന്താ? രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്.
അങ്ങനെ പലരും പാറയുടെ മുകളിൽ നിന്ന് വീണ് ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതെന്ന് മനസ്സിലായത്, അല്ലേ? അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന രക്ഷ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്തും കൂടെ മനസ്സിലാകണം. ഈ രക്ഷ ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ ഡെപ്തും കൂടെ നമുക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ എൻ്റെ കർത്താവെ, എന്നെ ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലോ എന്ന് എനിക്ക് തോന്നണമെങ്കിൽ അതെന്താ സാധനമെന്ന് നമ്മൾ അറിയണം. അത് പോയി അറിയുകയല്ല ചെയ്യുന്നത്. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിശ്വാസികളെ ദൈവം നിർത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിന്റെ ന്യായങ്ങൾ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ നീതി എന്തെന്ന് വെളിപ്പെടുത്തുവാൻ, കുറ്റം ചെയ്യുന്നവനെ ദൈവം ശിക്ഷിക്കുമെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ചിലരെ അങ്ങനെ വെച്ചിരിക്കുന്നു. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് 24 വാക്യത്തിൽ പറയുകയാണ്, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. അപ്പോൾ ആ ദീർഘക്ഷമയോടെ സഹിക്കാൻ കാരണം എന്താണ്? നമ്മൾ അതിന്റെ മറുവശവും കൂടെ അറിഞ്ഞാലേ നമ്മൾ രക്ഷപ്പെട്ടത് എത്ര ഭയങ്കര രക്ഷപ്പെടലാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അത് കരുതി വെച്ചു. 25 വാക്യം. ഇത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് രണ്ട് ജാതികളെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഇത് രണ്ട് വ്യക്തികളുടെ രക്ഷയെക്കുറിച്ചല്ല ഇത് പറഞ്ഞു വരുന്നത്. പക്ഷെ വ്യക്തികളുടെ രക്ഷയെക്കുറിച്ചുള്ള തത്വമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാമെങ്കിലും ഇത് പൊതുവെ ഇത്ര കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ട് വ്യക്തികളെ സംബന്ധിച്ചല്ല, രണ്ട് ജാതികളെ സംബന്ധിച്ചാണ്. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അടുത്ത വാക്യം നോക്കിയേ. എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന വാഗ്ദത്ത സന്തതികൾ ജാതിയും പ്രത്യേക വിഭാഗവും നോക്കി അല്ല. പുതിയ നിയമം സകലത്തിൽ നിന്ന് നമ്മളെ റിലീസ് ചെയ്തിരിക്കുന്നു. ദർ ഇസ് നോ കാസ്റ്റ്, ദർ ഇസ് നോ റേസ്, ഒന്നുമില്ല. സകല മനുഷ്യരിലും ദൈവം അവന് ഇഷ്ടപ്പെടാൻ യാതൊരു കാരണവുമില്ലാത്ത ജനങ്ങളെ എൻ്റെ ജനമെന്നും എൻ്റെ പ്രിയ എന്നും വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശേയ പുസ്തകത്തിൽ അരുളി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ ആയിട്ട് നമ്മളെ ഒരു തരത്തിലും സ്നേഹിക്കാൻ പറ്റാത്ത സ്വഭാവം ഉണ്ടായിരുന്ന ദൈവം നമ്മളെ വിളിക്കും എന്ന് പറയുന്നത് അവന്റെ മുന്നറിവാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വീണിരിക്കുകയാണ്. അതായത് ഇങ്ങനെയാണിത്. ലോകത്തിലുള്ള സകല വാഗ്ദത്ത സന്തതികളെയും ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ജനത്തെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ബൈ ഫെയ്ത്ത് ആരാണോ അബ്രഹാമിന്റെ മക്കൾ അവരാണ് ദൈവത്തിന്റെ ജനം. അതല്ലാതെ ദൈവത്തിന് ഒരു ജനവുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില പ്രത്യേക വിഭാഗങ്ങൾ ദൈവത്തിന്റെ ജനമല്ല. ഇന്ന് ആയിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന് ഒരൊറ്റ ജനമേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുത്രനുള്ളവർ മാത്രം. പുത്രൻ ഇല്ലാത്തവന് പിതാവുമില്ല. ഓക്കെ, ഇതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. തന്റെ ജനമല്ല, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞിടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോശേയ പുസ്തകത്തിൽ അരുളി ചെയ്യുന്നല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പ് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനർത്ഥം ഇസ്രായേൽ മക്കളായാലും ജനങ്ങളായാലും ഒരു ശേഷിപ്പ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അല്ലാതെ ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന മുഴുവൻ ജനവും ദൈവത്തിന്റെ ജനമോ രക്ഷിക്കപ്പെടുന്നവരല്ല. അവരും ലോകത്തിന്റെ ആദാമ്യ പാപത്തിന്റെ ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ മക്കളായാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവരെല്ലാം ശിക്ഷാവിധിയിലാകപ്പെടുകയേ ഉള്ളൂ. ശരിയാണോ? ആദാമ്യ പാപം ഇസ്രായേലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതാ. നമ്മൾ ജനിക്കുമ്പോൾ ഇസ്രായേലിനായാലും യഹൂദനായാലും യവനായാലും ആദാമ്യ പാപത്തിലാണ് ജനിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലല്ലാതെ അവന്റെ ക്രൂശിലെ മരണത്തിന്റെ പങ്കാളിത്തത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ആദാമ്യ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കില്ല. കാരണം പഴയ മനുഷ്യൻ മരിക്കാതെ, ആ ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കാതെ ഒരാൾക്കും പുതിയ ജീവനെ അവകാശമാക്കാൻ സാധിക്കില്ല. ഓക്കെ, ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കാതെ യാതൊരുത്തിനും പുതിയ ജീവൻ അവകാശമാക്കാൻ കഴിയുകയില്ല. ഓക്കെ, യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. അതുപോലെയാണ് പെന്തക്കോസുകാരെ കുറിച്ച് വേണമെങ്കിലും പറയാം. പെന്തക്കോസുകാരുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രമേ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അതും വരാൻ പോകുന്ന ഒരു കാലത്ത് നമുക്ക് കാണാൻ പറ്റും. There will only be a remnant who will be saved. ഓക്കെ, കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ കുറച്ചാൾക്കാർ മാത്രമേ ഇസ്രായേൽ മക്കളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാം അന്ത്യകാലത്ത് വൻതോതിൽ ഇസ്രായേൽ മക്കൾ കർത്താവിനെ സ്വീകരിക്കും. ഓക്കെ, പക്ഷെ അപ്പോഴൊരു കാര്യം ആലോചിക്കണം. ഈ അന്ത്യകാലം എന്ന് പറയുന്ന ഒരു ചെറിയ കാലമാണ്. അതായത് മേ ബി 40 years സംതിങ്, ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. ആ ജനറേഷനിൽ ജീവിച്ചിരുന്ന ആളുകൾ കർത്താവിനെ സ്വീകരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട്
10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഇസ്രായേൽ മക്കൾ പാപത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. So only a remnant will remain. The bigger groups, the large groups of Israelites will end up in hell. അങ്ങനെയല്ലേ? ഒരു റെമനന്റ് മാത്രം. അവസാന കാലത്ത് എല്ലാവരും രക്ഷിക്കപ്പെട്ടാൽ പോലും ഒരു റെമനന്റ് മാത്രമേ ഉള്ളൂ. അത് ഇസ്രായേൽ മക്കൾ എന്ന ഓൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗമോറയ്ക്ക് തുല്യമാകുമായിരുന്നു എന്ന് യെശയ്യാ മുൻപ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നെന്ന് ഇസ്രായേൽ പറയുന്നു. നമ്മൾ ശരിക്കുമുള്ള നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അതുപോലെ നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം നമുക്കൊരു റെമനന്റിനെ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പോയേനെ. ദൈവം എന്ത് ചെയ്തു? ഒരു റെമനന്റിനെ കരുതി, ഒരു സന്തതിയെ നമുക്ക് വേണ്ടി കരുതി വെച്ചില്ലായിരുന്നെങ്കിൽ, ഓക്കെ, ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു. ഓക്കെ, അത് ഇവിടെ വേറൊരു അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്കൊരു വേറെ അർത്ഥം തോന്നുന്നുണ്ട്. അതിങ്ങനെയാണ്, ആൻഡ് എസയാസ് സെഡ് ബിഫോർ, എക്സെപ്റ്റ് ദ ലോർഡ് ഓഫ് സബാത്ത് ഹാഡ് ലെഫ്റ്റ് അസ് എ സീഡ്. നമുക്ക് ഒരു സന്തതിയെ, അപ്പോൾ അത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്ന ഒരു സന്തതി നമുക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം സോദോമും ഗമോറയും പോലെ ആകുമായിരുന്നു എന്നുള്ളതൊരു ഉജ്ജ്വലമായ ഒരു പ്രൊഫസി ആയിട്ട് നമുക്കത് കാണാം. അതിന്റെ എബ്രായത്തിൽ ആ സീഡ് എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. വി വിൽ സീ ദാറ്റ് ലേറ്റർ. അപ്പോൾ ഒരു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിൽ അത് ഒരു എന്ന്, ആ ഒരു സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു സന്തതിയെ കർത്താവ് നമ്മുടെ ഇടയിൽ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ക്രിസ്തു എന്ന സന്തതി, ദാവീദിന്റെ സന്തതി, അബ്രഹാമിന്റെ സന്തതി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നമ്മളും സോദോമും ഗൊമോറയും പോലെ ആകാനുള്ളതല്ലാതെ ക്വാളിഫിക്കേഷൻ ഒന്നും നമുക്കില്ലായിരുന്നുവെന്ന് യെശയ്യാവ് പറയുന്നതായിട്ട്, മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആകയാൽ അപ്പോൾ 29-ാം വാക്യം വരെ നമ്മൾ പറയുന്നത് ഈ ഇസ്രായേൽ മക്കളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. രക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് എന്ന് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഓക്കെ, ഇത് കുറച്ചുകൂടെ മുൻപോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇന്നലെ നമ്മൾ ഈ അധ്യായം തുടങ്ങിയതായതുകൊണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമാകുമായിരുന്നു, നശിച്ചു പോകുമായിരുന്നു. പണ്ട് ബില്ലി ഗ്രഹാം പറഞ്ഞ പോലെ അമേരിക്ക ദൈവം ശിക്ഷിച്ചില്ലെങ്കിൽ സോദോമിനോടും ഗമോറയോടും അപ്പോളജൈസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം പോയി മാപ്പ് പറയുന്നല്ല. അതുപോലെ ശിക്ഷാവിധിയുടെ അർഹത ഈ അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് പണ്ട് ബില്ലി ഗ്രഹാം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പിടിച്ചു നിൽക്കുന്ന ഈ സന്തതി കൊണ്ടാണ്. ഈ സന്തതി ഇല്ലെങ്കിൽ എല്ലാം പോയേനെ. യേശുക്രിസ്തു എന്ന സന്തതിയിലൂടെ രക്ഷ പ്രാപിക്കുന്ന ജനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ ഗ്രേസ് ഉള്ളത്, കൃപയുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഹ്യൂമനിസം ഈ മതങ്ങളെക്കാളൊക്കെ ഭേദമാണ്, ബട്ട് സ്റ്റിൽ ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ്, ആ വെളിച്ചം, സ്നേഹത്തിന്റെ വെളിച്ചം, അത് ഇന്ന് ഭൂമിയെ പിടിച്ചു നിർത്തുന്ന ഉപ്പ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. 30-ാം വാക്യം പറയാണ്, അപ്പൊ എങ്ങനെയാണ് ഈ പ്രിയമല്ലാത്തവൾ പ്രിയയായി മാറിയത്? എങ്ങനെയാണ് സ്വന്തം ജനമല്ലാതിരുന്നവർ സ്വന്തം ജനമായി മാറിയത്? ഇത് ഞാൻ വളരെ വിശദമായിട്ട് പല സമയത്ത് സംസാരിച്ചിട്ടുള്ള, എക്സിജിറ്റ് ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ് ഇനിയുള്ളത്. 9-ാം അധ്യായത്തിന്റെ 30 മുതൽ 10-ാം അധ്യായത്തിന്റെ 10 വരെ. ദാറ്റ്സ് വൺ സിംഗുലർ തോട്ട്. അത് ഞാൻ പല സ്ഥലത്ത് പല പ്രാവശ്യം പടം വരച്ചും ചിത്രം വരച്ചും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു പ്രോപ്പർ പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ പ്രോപ്പർ പശ്ചാത്തലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ നഷ്ടപ്പെട്ടു പോയതെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനാണ്. ഈ വലിയൊരു കൂട്ടം ആകാശത്തിലെ കടൽക്കരയിലെ മണൽത്തരി പോലെ ഇസ്രായേൽ മക്കൾ ഉണ്ടെങ്കിൽ ഒരു റെമനന്റ് മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്നും കടൽക്കരയിലെ മണൽത്തരികൾ പോലെ പെന്തക്കോസുകാരെ ഉണ്ടെങ്കിലും അതിലൊരു റെമനന്റ് മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നതിന്റെ റീസൺ ഒന്ന് തന്നെയാണ്. എന്താണ് റീസൺ എന്നറിയാം? അടുത്ത വാക്യങ്ങളിൽ ആ റീസൺ ആണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വലിയൊരു ഭാഗം മണൽത്തരികളും നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വലിയൊരു ഭാഗം യഹൂദന്മാർ നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് വലിയൊരു ഭാഗം പെന്തക്കോസുകാരും നാളെ നഷ്ടപ്പെടാൻ പോകുന്നത്? പൗലോസ് പറയുകയാണ്, ഒരു പ്രൊഫസി ആയിട്ട് എടുക്കാം. അതിന്റെ കാരണം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ സ്വാഭാവിക കൊമ്പുകളുടെ അവൻ കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളുടെ കാര്യം പറയാനുണ്ടോ എന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞെളിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ദൈവം എല്ലാവരെയും വിധിക്കുന്നത്. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല.
അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വന്ന അതേ കാര്യം ഏത് സമയത്തും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞ പോലെ ആവർത്തിക്കപ്പെടാം. അതെന്തുകൊണ്ടാണ് കടൽക്കരയിലെ മണൽത്തരി പോലെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളിൽ ഒരു ചെറിയ പങ്ക് മാത്രം രക്ഷപ്പെട്ടത്, അതുപോലെ ഇന്ന് കടൽക്കരയിലെ മണൽത്തരി പോലെ പെരുകിയിരിക്കുന്ന പെന്തക്കോസ്തിലും എന്തുകൊണ്ടാണ് ചെറിയൊരു വിഭാഗം മാത്രം രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് 30-ാം വാക്യം മുതൽ പറയുന്നത്. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്. വിശ്വാസത്താലുള്ള നീതി പ്രാപിച്ചിട്ട് അവർ രക്ഷപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എന്താ അത് പ്രാപിക്കാൻ പറ്റാഞ്ഞത്? എന്തുകൊണ്ടാണ് വലിയൊരു പങ്ക് പെന്തക്കോസ്തുകാർക്കും അത് പറ്റാത്തത്? അടുത്ത വാക്യം, നീതിയുടെ പ്രമാണം പിന്തുടർന്ന പെന്തക്കോസ്തുകാരോ ഇസ്രായേലിലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല. എന്തുകൊണ്ട് എത്താഞ്ഞത്? അവർ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അതാണ് പ്രശ്നം സംഭവിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് വലിയൊരു പങ്ക് വിശ്വാസികളെന്ന് വിചാരിക്കുന്നവരും ഈ രക്ഷ പ്രാപിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഇവർ ദൈവത്തിന്റെ നീതിയെ സ്വന്തം പ്രവൃത്തികളിൽ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ദൈവം വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ നീതി എന്റെ ശരീരം കൊണ്ട് ഞാൻ പൂർത്തിയാക്കും എന്ന് പറയുന്ന ദൈവത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് സമ്മതിക്കുന്നതാണ് ഹംബിൾനെസ്. ഒരു വലിയ കുഴി ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞ് കൊച്ചു ചാടുന്നത് അവനെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. സാധിക്കാത്ത കുഴിയാണെങ്കിൽ അത് ഹംബിൾനെസ് അല്ല, അത് അവന്റെ കഴിവിലുള്ള അമിത ആശ്രയമാണ്. കർത്താവ് ഇത്രയും ഉന്നതമായൊരു നീതി വെളിപ്പെടുത്തിയപ്പോൾ ഓക്കെ ഞാൻ അരക്കൈ നോക്കാൻ പോവാണ് എന്ന് വിചാരിക്കുന്നവൻ വെറും ശുംഭനാണ്, അവൻ വിവരമില്ലാത്തവനാണ്. അതാണ് സംഭവിക്കുന്നത്. കർത്താവിന്റെ നീതിയുടെ മുമ്പിൽ ഹംബിൾനെസ് ഇല്ലാതെ, ബ്രോക്കൺനെസ് ഇല്ലാതെ, നിലവിളിയില്ലാതെ, മാനസാന്തരമില്ലാതെ സ്വന്തം ജഡത്തിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്നുണ്ടാകുന്ന പരാജയങ്ങൾക്കും രക്ഷയുടെ സുവിശേഷം തന്നെ ഇതിനകത്ത് ഇല്ലാതായി പോകാനുമുള്ള കാരണം. ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മളെ ബലഹീനരാക്കുകയും സഹായത്തിനായി നിലവിളിക്കുമാറാക്കുകയും ചെയ്യണം. അപ്പോൾ വിശ്വാസത്താൽ നീതി ലഭിച്ച് ജാതികളെല്ലാം അകത്തു വന്നു. എന്നാൽ ഈ നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേലിനോ അവിടെ എത്താൻ സാധിച്ചില്ല എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഇന്ന് വലിയൊരു പങ്ക് ആളുകളും വിചാരിക്കുന്നത് പ്രവൃത്തികളാൽ അന്വേഷിച്ചൊരു ഞാൻ നീതിമാനാകും. നമ്മൾ അങ്ങനെ നീതി ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ല ആൾക്കാർ, അയാൾ ഭയങ്കര നീതിമാനാ ബ്രദറെ. അത് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞതെന്നറിയോ? അയാള് 10 രൂപ കൊടുത്താൽ 4 രൂപ 50 പൈസയാണ് ചെലവായതെങ്കിൽ 6 രൂപ 50 പൈസയ്ക്ക് 50 പൈസ കിട്ടിയില്ലെങ്കിൽ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ 1 രൂപ കീറി 2ആയിട്ടെങ്കിലും തരുന്നവൻ. അതാണ് നീതി എന്ന് പറയുന്നത്. അത്ര പെർഫെക്റ്റ് ആണ്. ഇതൊന്നും ദൈവത്തിന്റെ നീതിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ദൈവത്തിന്റെ ഇത് നീതിയാണ്. പക്ഷെ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ഇത് ഈ നിഴലുകളല്ല. അപ്പൊ ആ പൊരുളായ നീതിയിലേക്ക് എത്താൻ ദൈവം ആകെ ഒരു വഴിയെ വെച്ചിട്ടുള്ളത് ഫെയ്ത്ത് ആണ്. വേറൊരു വഴിയും ദൈവം വെച്ചിട്ടില്ല. വിശ്വാസത്താൽ അല്ലാതെ ഒരു മനുഷ്യനോ നീതി അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നത്, ഞാൻ മരിച്ചു. ആ ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസിലോട്ട് കയറാതെ ഒരൊറ്റ ആൾക്ക് പോലും, ഇത് 7-8 അധ്യായങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ മറന്നു പോകരുത്, അതിന്റെ പശ്ചാത്തലം നമ്മൾ മറന്നു പോകരുത്. ഈ രക്ഷ അനുഭവിക്കാത്ത, അപ്പോസ്തലിക ഉപദേശത്താൽ വിടുവിക്കപ്പെടാത്ത, പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് ഫ്രീ ആകാത്ത ഒരൊറ്റ ആൾക്ക് പോലും ഈ വിശ്വാസത്താലുള്ള നീതിയാലുള്ള രക്ഷ അത് സംഭവിക്കില്ല. They will turn rebels. കാരണം ശരീരത്തിൽ വ്യാപരിക്കുന്ന ശക്തികൾ അവരെ റിബലാക്കി മാറ്റും. അതാണ് യഹൂദന്മാർക്ക് സംഭവിച്ചത്. അവരുടെ കയ്യിൽ അവർ ഏറ്റവും പ്രഷ്യസായിട്ട് സൂക്ഷിച്ചിരുന്ന അവരുടെ മതമാണ്. കർത്താവ് വന്നപ്പോൾ മതം അങ്ങെടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ 1-2 അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഈ പഴയ മതങ്ങളിലെല്ലാം ഒരു റെസ്ട്രിക്റ്റീവ് റൈച്ചസ്നെസ് ആണുള്ളത്. അതായത് റെസ്ട്രിക്റ്റീവ് റൈച്ചസ്നെസ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷെ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു നിയമവും ഇല്ല. എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കല്യാണം നടത്തണം, എങ്ങനെ ശവസംസ്കാരം നടത്തണം, എങ്ങനെ ഞായറാഴ്ച കൂടിയാൽ എന്ത് ചെയ്യണം, ഒന്നുമില്ല. വസ്ത്രത്തെക്കുറിച്ചോ ആഹാരത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ഒരു നിയമം. എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ പള്ളിയിൽ പോകണം, നിയമങ്ങളില്ല.
ഫ്രീ. ഭയങ്കര അത്ഭുതം. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു പുതിയ ഹൃദയം നമുക്ക് തന്നിട്ട്, ഒരു പുതിയ സ്വഭാവം നമുക്ക് തന്നിട്ട്, അവന്റെ നീതി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തിയിട്ട് പറയാം, എന്റെ ആത്മാവുള്ളവൻ നീ എന്റെ മകനാണ്, മകൻ ജീവിക്കുന്നവർ ജീവിച്ചു. ആ ഒരു ലൈഫ് ഈ വിശ്വാസികൾക്ക് ലഭിച്ചത്. ഓക്കെ, ബാക്കിയുള്ള ഒരു റെസ്ട്രിക്റ്റീവ് റൈച്ചസ്നെസ്, ഞാൻ മീശ പഠിച്ചവനാണ്, ഞാൻ വെള്ളവസ്ത്രം ഇട്ടവനാണ്, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, ഞാൻ എന്താ പറയുന്നത്, കൃത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ച ഉപവാസം എടുക്കുന്നവനാണ്, ഞാൻ ഞായറാഴ്ച സഭയിൽ കൃത്യമായിട്ട് വരികയും ദശാംശം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നവനാണ്, ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, എല്ലാം അനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ സ്വർഗത്തിൽ പോവോ? ഞാൻ നീതിമാനായി മാറും? നീതിമാനാവുമോ? ആവൂല. യേശു ക്രിസ്തുവിന്റെ നീതി വസ്ത്രമില്ലാത്ത ആരും നീതിമാനല്ല. അവൻ എന്ത് ചെയ്താലും നീതിമാനല്ല. ഇവിടെയാണ് ഈ മതങ്ങൾക്ക് പെശക് പറ്റുന്നത്. നീതി കർത്താവിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. അത് അവൻ നമ്മളിൽ വസിച്ചിട്ടല്ലാതെ വരില്ല. ഇതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ തോറ്റുപോയത്. They approached divine righteousness by their own ability or their own faculty. അത് പറ്റുമായിരുന്നു, മനുഷ്യന്റെ നീതി മതിയായിരുന്നെങ്കിൽ. പക്ഷെ ക്രിസ്തുവിന്റെ ജീവൻ ക്രിസ്തുവിനാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മളിൽ ഉരുവാകേണ്ടത് ദൈവനീതിയാണെങ്കിൽ അത് യേശു ക്രിസ്തുവിനാൽ മാത്രമേ കഴിയുള്ളൂ. അവൻ നമ്മിൽ വസിച്ചിട്ടല്ലാതെ കഴിയുകയില്ല. ഫെയ്ത്തിനാൽ അവൻ നമ്മളിൽ വസിക്കുന്നത്. അപ്പോൾ വിശ്വാസത്താൽ അല്ലാതെ കഴിയുകയില്ല. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചാൽ മാത്രമേ ഈ നീതീകരണം നമ്മളിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജാതികൾ പെട്ടെന്ന് അവർ പാപികളാണെന്ന് മനസ്സിലായി, അവർ ഹെൽപ്ലെസ് ആയിരുന്നു. അതുകൊണ്ട് അവർ ദൈവത്തോട് കരുണ കാണിക്കാൻ വേണ്ടി നിലവിളിച്ചു രക്ഷപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഓൾറെഡി ധനവാന്മാരായിരുന്നു, അവർ നീതിമാന്മാരെന്ന് സ്വയം ധരിച്ചു, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. അവർക്ക് കർത്താവിന്റെ നീതി മനസ്സിലായതുപോലുമില്ല. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ട് ഞാനിതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് അനേകം വീഡിയോസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല. ഗോയിങ് ബൈ വേഴ്സ്. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അപ്പം ഈ ഒരു നീതി എന്ന് പറഞ്ഞ ഇടർച്ചക്കല്ല് പോലെ ആയിരുന്നു. അത് അവർക്ക് എടുത്തു വെക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതിൽ തട്ടി അവർ വീണു. ഇതാ ഞാൻ സിയോനിൽ ഒരിടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഒരൊറ്റ കാര്യം ഇവിടെ നമ്മൾ ആവർത്തിച്ചാൽ അതിതാണ്, ദൈവം നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു കല്ലായിട്ടാണ് ഈ റൈച്ചസ്നെസ് വെച്ചത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകരുത്. ഏതു മനുഷ്യൻ വിശ്വസിച്ചാലും അവൻ രക്ഷപ്പെടണം. പ്രവൃത്തികളാൽ അന്വേഷിക്കുന്ന ഒരുത്തനും രക്ഷപ്പെടരുത്. അതിനുവേണ്ടി സ്വന്തം ജഡത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആദം അവന്റെ നന്മ തിന്മകൾ വെച്ച്, നമുക്കറിയാമല്ലോ ആദമിനെ ദൈവം ശിക്ഷിക്കുമ്പോൾ അവൻ ഓൾറെഡി ഒരു നന്മ തിന്മ വ്യവസ്ഥയിലായിരുന്നു. അപ്പൊ അവന്റെ വിചാരം, സാത്താൻ അവനോട് പറഞ്ഞു കൊടുത്തത്, നീ ദൈവത്തെ പോലെ ആവുന്ന. എങ്ങനെയാവും? നന്മ ചെയ്താവും. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ നന്മ ചെയ്ത് നീതിമാനാകാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവന്റെ കപ്പാസിറ്റിക്ക് വെളിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ പഴത്തിനകത്ത് കിടന്നേനെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം പ്രവൃത്തിയാലുള്ളൊരു നീതി വെച്ചിരുന്നെങ്കിൽ ആദം പഴം തിന്നത് നന്നായി എന്ന് പറയേണ്ടി വന്നേനെ. കാരണം അതുകൊണ്ടാണല്ലോ അവന് നന്മ തിന്മ മനസ്സിലാവുകയും നല്ലപോലെ ജീവിക്കുകയും ഇതിനെ ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആദമിന്റെ പഴം കൊണ്ടുള്ള നന്മ തിന്മ കൊണ്ടൊന്നും നടക്കാത്ത നീതി, ദൈവത്തിന്റെ നീതി ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് പഴം കൊണ്ട് നടക്കൂല, കർത്താവ് കൊണ്ട് മാത്രം നടക്കുള്ളൂ. ജ്ഞാനം കൊണ്ട് നടക്കില്ല, മനുഷ്യന്റെ ഒരു ഫാക്കൽറ്റി കൊണ്ട് നടക്കൂല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ആ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത്. അല്ലെങ്കിൽ മാനുഷികമായ പ്രവൃത്തികളിലേക്ക് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാനുഷികമായ പ്രവൃത്തി എന്ന് പറയുന്നത് ആദാമ്യമാണ്. കാരണം എന്താ? ആദാമിന്റെ പഴം, ആദാം തിന്ന പഴമാണ് നമ്മുടെ ഈ നന്മ തിന്മകളെ വിവേചിപ്പിക്കുന്നത്. ഇപ്പൊ പ്രസംഗം കേൾക്കുമ്പോൾ നല്ലതായിരുന്നു, പാസ്റ്റർ പറഞ്ഞ നന്നായിരുന്നു, എന്നോടാണ് സംസാരിച്ചത്, ഇന്നു മുതൽ ഞാൻ അനുസരിക്കാൻ പോവുകയാണ്. ഓക്കെ, അനുസരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തന്നെയല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്നത്തെ പാസ്റ്റർമാരും ഈ അനുസരിക്കാൻ പറ്റാത്ത നീതി ഒന്നും പറയാറില്ല. അതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ല, ആരും സ്വർഗത്തിൽ പോകുന്നില്ല, രക്ഷിക്കപ്പെടുന്നില്ല, ഭാരവും ഇല്ല. പലരും പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്ന മാത്രമേ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. ഈ ജീവിക്കുന്ന മാത്രം പ്രസംഗിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുന്ന മാത്രമേ മറ്റുള്ളവരോട് പറയാറുള്ളൂ. അല്ലാതെ യേശുക്രിസ്തുവിന്റെ നീതി വിശ്വാസത്താൽ വരേണ്ടത്
എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു നീതിയെക്കുറിച്ച് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാണ് ഇന്നത്തെ മോറൽ പ്രസംഗങ്ങളുടെ പ്രത്യേകത. ദേ പ്രീച്ച് വാട്ട് ദേ പ്രാക്ടീസ്. അവർ പ്രാക്ടീസ് ചെയ്താണ് അവർ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാൽ ആരെ പോലെ ആകാം? അവരെ പോലെ ആകാം. ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ അതെല്ലാം അനുസരിച്ചാൽ ആരെ പോലെ ആകും? എന്നെ പോലെ ആകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്നെ പോലെ ആയതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അപ്പം ഞാൻ ആര് ജീവിച്ച കാര്യമായി പറയേണ്ടത്? ക്രിസ്തു ജീവിച്ച കാര്യമാണ് പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ അതിന്റെ ഡിഫറൻസ് എന്താണ്? അപ്പോൾ പ്രായോഗികമായിട്ട് ഒരു നല്ല മിടുക്കനായ ഒരു മനുഷ്യന് സാധിച്ച കാര്യങ്ങളല്ല നമ്മുടെ പ്രസംഗം. എത്ര മിടുക്കനും സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ പ്രസംഗം. അപ്പൊ ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ ബ്രോക്കണാണ്. നമ്മൾ ആരും ആയിട്ടില്ല. നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ തികഞ്ഞവരല്ല. അങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പം ഈ ഒരു റൈച്ചസ്നെസ് വിശ്വാസത്താൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കൾ, പ്രിയ മക്കൾ, സ്വന്തം ജനം, ആ ഫെയ്ത്ത് അവർക്കുള്ളതാണ് ഈ വാഗ്ദത്തങ്ങൾ. അപ്പൊ ഇന്നും പെന്തക്കോസിൽ വലിയൊരു പങ്കും തള്ളപ്പെടാൻ പോകുന്നത് അവർ വീണ്ടും ജനിക്കാത്തതുകൊണ്ട്, ക്രിസ്തുവിന്റെ ജീവൻ അറിയാത്തതുകൊണ്ട്, നീതിയെ, ദൈവത്തിന്റെ നീതി തിരിച്ചറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുന്നത് കൊണ്ടാണ്. അത് യഹൂദന്മാരെ പോലെ അവർ ദൈവത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പാഷനേറ്റ് ആട്ടോ, ഭയങ്കര പാഷനേറ്റ്. അവർ കർത്താവിനോട് ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമ കാണാതെ പിടിച്ചു വെച്ചിരുന്നിട്ടുണ്ട് പിള്ളേരെ. മറ്റുള്ളവർ സിഗരറ്റ് വലിക്കുമ്പം ഇവരും വലിക്കാതെ, കള്ളു കുടിക്കുമ്പോൾ ഇവരും കള്ളു കുടിക്കാതെ, പിള്ളേർ തമാശ പറയുമ്പോൾ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങളാണ് എല്ലാം, ഇതെല്ലാം നീതിയാണ്, അങ്ങനെ തന്നെ വേണം താനും. പക്ഷെ ഇതൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല, വെറുതെ ആയി പോകില്ലേ? അപ്പൊ സ്വർഗത്തിലേക്കുള്ള നീതിയുടെ ഫലമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ നീതികളും വരേണ്ടത്. അപ്പം മനുഷ്യന്റെ നീതി അല്ല നമ്മൾ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ നീതിയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം ചെയ്തോളാനാണ് പറയുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ടൊന്നും ആവുന്നില്ല എന്നായി പറയുന്നത്. ഒന്നും ആകുന്നില്ല. ഹ്യൂമൻ എഫേർട്ട് കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വരുന്നില്ല. ഓക്കെ, എന്നാൽ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് അതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതൊന്നും പോരാ. ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വെളിപ്പെടുന്ന നീതി നമ്മളിൽ ഉരുവാകുന്നത് വിശ്വാസത്താൽ ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നീതി നമ്മുടെ കൂട്ടായ്മയിലും അനേകം ആളുകൾക്ക് അത് എന്തുമാത്രം മനസ്സിലായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഓരോ നിമിഷവും യേശു എന്നിൽ ജീവിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നം, ആ ഒരു ഞരക്കം, ആ ഒരു ആഗ്രഹം, അത് വിശ്വാസമാണ്, വിശുദ്ധീകരണമാണ്. ആ ഒരു ആഗ്രഹമാണ് നമ്മളെ കർത്താവിൻ്റെ തലത്തിലേക്ക്, കർത്താവിൻ്റെ നീതിയുടെ തലത്തിലേക്ക് ഫ്രീ ആയിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മൾ പാപികളായി ജനിച്ചതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്, നരകത്തിൽ പോകുന്നത്, മരിക്കുന്നത്. എന്നാൽ നമ്മൾ നീതി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീതിമാനായി ജനിച്ചതുകൊണ്ടാണ് നീതി ചെയ്യുന്നത്. പാപിയായി ജനിച്ചുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. പാപം ചെയ്ത് പാപിയാകുന്നതല്ല, പാപിയായി ജനിച്ചതുകൊണ്ട് പാപം ചെയ്യുന്നതാണ്. അതുപോലെ നീതി ചെയ്ത് നീതിമാനാകുന്നതല്ല, നമ്മളെ ദൈവം നീതിമാനാക്കിയത് കൊണ്ട് നമ്മൾ നീതി ചെയ്യുന്നതാണ്. നീതിമാനാക്കിയ ദൈവത്താലാണ് ഇത് സാധിക്കുന്നത്, ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലും അല്ല. എന്നെ പ്രിയ ജനമെന്നും സ്വന്തം ജനമെന്നും മക്കളെന്നും വിളിച്ച ദൈവത്തിനാലാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ നീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ പാസ്റ്ററൽ സെഷൻ ഉണ്ട്. ഈ ഐഡിയിലല്ല, അത് നമ്മുടെ പ്രെയർ നടക്കുന്ന ഐഡിയിലാണ്. 6:30-ക്കാണ് അത്. നാളെ രാവിലെ നമുക്ക് മീറ്റ് ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ബുധനാഴ്ച രാവിലെ റോമാലേഖനം 10-ാം അധ്യായം വരുമ്പോൾ ഈ 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും 10-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അത് ചേർത്ത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.